ഹലോ, ഇനി നമുക്ക് നമ്മുടെ ചീര നടാം. നമ്മളന്ന് നട്ടിട്ടുണ്ടായിരുന്ന മുളപ്പിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്ന എല്ലാ വിത്തും മുളച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കുപ്പി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പണ്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുത്താണ്. പിന്നെ ഒന്നും കൂടി കുറച്ച് അറ്റകുറ്റപ്പണികളുള്ളതുകൊണ്ട് എല്ലാം ഒന്നും കൂടി ഒന്ന് അഴിച്ചെടുത്തു. അതിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് മാറ്റിക്കെട്ടണം. പിന്നെ ഒന്നും കൂടി ഇതെല്ലാം കൂടി ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് അതിനകത്ത് ചീരകളൊന്ന് നട്ടു കൊടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, പിന്നെ കുറച്ച് അധികം നമ്മുടെ ചകിരിച്ചോറൊന്ന് മിക്സ് ചെയ്ത സാധനവും കൂടി കൂട്ടി എല്ലാം ഒന്ന് ഇളക്കി മറിച്ചെടുത്തു. പിന്നെ നമുക്കിതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് വിക്സ് വെൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം റെഡിയാക്കി ഇനി നമ്മൾ ഓരോരോ കുപ്പികൾ എടുത്തിട്ട് അതിനകത്തൊന്ന് ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗത്തിൽ കൂടുതലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഫില്ല് ചെയ്ത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. മൊത്തം ഒരു 20 കുപ്പികളുണ്ട്. അതായത് മൊത്തം 2 ഭാഗവും കൂട്ടിയിട്ട് ഒരു 20 എണ്ണം ഉണ്ട് കേട്ടോ. ബാക്കിയിട്ട് കുറച്ച് മണ്ണും ഇതും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ മിക്സ് ചെയ്തിട്ട് ഈ കപ്പിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നട്ട് കഴിയുമ്പോൾ ഇടാനായിട്ട് ആവശ്യം വരും. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരത്തെ സമയം കൊണ്ടാണ് അതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നിറച്ച് മൊത്തം ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചീര വിത്തുകളെല്ലാം മുളച്ചത് ഇതിലേക്കൊന്ന് നട്ട് കൊടുക്കാം കേട്ടോ. എല്ലാത്തിനും നന്നായിട്ട് വേരുകളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് നട്ട് കൊടുക്കണമെന്ന് അതിൻ്റെ ഒരു ഇത്. പക്ഷെ നമുക്ക് ഇച്ചിരി സ്ഥലത്തിൻ്റെ പ്രശ്നം ഇതും ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി വലുതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ട് എല്ലാം മാറ്റി നട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ പറിച്ച് തിന്നാൻ വേണം ഒരു സമയം കാത്തിരിപ്പും. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തവണ വെച്ചിട്ടുണ്ടാകുന്ന കുറച്ച് വിത്താർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനകത്തൊന്നും മുളച്ച് കിട്ടിയതും കുറച്ചായിരുന്നു. പക്ഷെ അത് ഞാൻ ചക്കക്കുരുവിടെ ഒക്കെ ഒപ്പം തോരനൊക്കെ ഉണ്ടായി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാം നട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം വൈകുന്നേരം ആവാറായി. വൈകുന്നേരം ആകുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ജോലികളിലേക്കൊക്കെ ഞാൻ പ്രധാനമായിട്ടും കിടക്കണത്. അങ്ങനെ എല്ലാം നട്ട് കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന മണ്ണും ഇതിലേക്ക് ഇട്ടു. അപ്പോഴാണ് പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നത്. ഇതിനകത്തേക്ക് ഇടുമ്പോൾ എല്ലാം ചാടിപ്പോണ്ടായി. അപ്പോൾ അത് പിന്നെയും മാറ്റിയിട്ട് ഇതെല്ലാം മണ്ണ് മാത്രമായിട്ട് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാണ്ടിരിക്കാൻ കേബിൾ ടൈ ഒക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കി വന്നിട്ടുള്ളതാണ് കേട്ടോ. മറ്റേത് ഫുള്ള് നട്ടത് മാറ്റിയിട്ടതാണ്. ഇനിയെല്ലാം നമുക്ക് ഒന്നിങ്ങനെ തുടങ്ങണം. അങ്ങനെ ഓരോന്ന് വെച്ച് ഇതിനകത്ത് നട്ട് കൊടുക്കണ്ട. ഓരോന്ന് പറഞ്ഞാൽ ഓരോ ചുമടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ചുവടും അതിലേക്ക് നട്ട് ഏകദേശം ഒന്ന് തീരാറായിട്ടുണ്ട്. നമുക്ക് കേബിൾ ടൈഡ് ബാക്കി വന്ന പീസൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാവേ. ഇങ്ങനെ നീണ്ടു നിൽക്കണ കാണാനും ഭംഗിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ടാകുന്നത്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കട്ടെ. ഇത് നമ്മൾ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഹരിതകർമ്മയ്ക്കുള്ള വേസ്റ്റിലേക്ക് കൊണ്ടുപോയി വയ്ക്കാം. പിന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് നമ്മുടെ വാർക്കപ്പുറത്ത് വെച്ചേക്കുന്ന ചട്ടികളിലേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ചട്ടിയിലങ്ങ് നടാമെന്ന്. പിന്നെ നോക്കിയപ്പോൾ ബാക്കി 2-3-4 ചട്ടി ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ 2 ചട്ടിയിലേക്കായിട്ടങ്ങ് നടാമെന്ന് വിചാരിച്ചു. ഈ ടൂൾ കൊണ്ട് ഇങ്ങനെയും കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ മുളപ്പിക്കുന്ന ട്രേയിൽ നിന്ന് എടുക്കുന്ന സംഭവങ്ങൾ വെക്കാനുള്ള കറക്റ്റായിട്ടുള്ളൊരു കുഴിയാണ് കേട്ടോ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് ഭയങ്കര ഒരു ഉപകാരമാണ്. അങ്ങനെ അതിനകത്തേക്ക് മൊത്തം എല്ലാം വെച്ച് കൊടുത്തു. ആദ്യം ഞാൻ എല്ലാം കുറച്ച് ഗ്യാപ്പിട്ടാണ് വെച്ച് കൊടുത്തത്. പിന്നെ കുറച്ചധികം കൂടുതൽ ചീര ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും കൂടി അതിനകത്ത് എല്ലാത്തിലും ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ 2 ചട്ടി മതിയാവാതെ വരുമോ എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷേ 2 ചട്ടി മതിയായിരുന്നു. ഇനി ഇതിനകത്ത് ഏതൊക്കെയാണ് നല്ല ഉഷാറായിട്ട് വളർന്നു വന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറ്റി നടാം. പക്ഷേ ഇതൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെയാണെങ്കിൽ ഇങ്ങനെ സമയമൊന്നും ഇല്ലായിരുന്നു. പിന്നെ മടി അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ മടി കുറച്ചുണ്ട്. പക്ഷേ ഇതിന് സമയമുള്ളതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടി. പിന്നെ മഴ പെയ്യുമ്പോൾ ഉള്ളൊരു ചെറിയ ടെൻഷനുണ്ട്. എന്നാലും സാരമില്ല. മഴ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴും ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.